മാറി മാറി ഭരിച്ച സർക്കാർ പക്ഷേ ഇതുവരെയും PSC പരീക്ഷാ ക്രമക്കേടിൽ ഒരു സർക്കാരിനും ഒരു വിദ്യാഭ്യാസ മന്ത്രിക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിന് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഡൽഹിയിലടക്കം നടക്കുന്ന ഈ രാജ്യവിരുദ്ധ പ്രക്ഷോഭത്തിൽ പോയി വലിയ രീതിയിൽ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്താൻ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലെത്തുന്നതിലും കേരളത്തിൽ മണ്ണ് വാരി തിന്നുകൊണ്ടുള്ള പ്രതിഷേധം ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള പ്രതിഷേധം ഇതൊക്കെ നടക്കുമ്പോഴും കണ്ണടയ്ക്കുകയാണ് സർക്കാർ. എന്തുകൊണ്ടാണ് കേരളത്തിൽ PSC പരീക്ഷാ ക്രമക്കേട് ഇങ്ങനെ നിരന്തരം ആവർത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് PSC പരീക്ഷകൾ അട്ടിമറിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് PSC ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ റാങ്ക് ലിസ്റ്റിൽ ഇടം ലഭിച്ചിട്ടും കൃത്യമായ തസ്തികകളിലേക്ക് അവർ നിയമിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് PSCയിൽ ഈ പിൻവാതിൽ നിയമനം നടക്കുന്നത്? എന്തുകൊണ്ടാണ് PSC അധികൃതർ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നത് എന്നുള്ള നിർണായക ചോദ്യങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ് യുവമോർച്ച നീതിക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് വീണ്ടും. അവിടെ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദിലീപ് ചേരുന്നുണ്ട്. ദിലീപേ, പ്രതിഷേധം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ജലപീരങ്കി ഇതാ പ്രയോഗിക്കുകയാണല്ലോ. അശ്വതി, ഇതും കൂട്ടി പോലീസ് ഒരു പ്രകോപനവും കൂടാതെ ഏകദേശം 4 തവണയാണ് ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നത്. യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വലിയൊരു വീഴ്ച അല്ലെങ്കിൽ വലിയൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. വളരെ സമാധാനപരമായിട്ടുള്ള സമരമായിരുന്നു. അതായത് പ്രധാനപ്പെട്ട അവരുടെ ആവശ്യമെന്ന് പറയുന്നത് PSC പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ആവശ്യമാണ്. അതായത് അതിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല. ഏകദേശം 1 മാസം കഴിഞ്ഞിരിക്കുകയാണ് ഈ PSC പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വന്നിട്ട്. എന്നാൽ ഇതുവരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ട് പോലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. പഴയ സർക്കാർ, അതായത് പിണറായി സർക്കാരിനെ സഹായിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ആദ്യം മുതൽക്കേ തന്നെ PD സതീശൻ സർക്കാർ വന്നത് മുതൽക്കേ സ്വീകരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് യുവമോർച്ച ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതും അതോടൊപ്പം തന്നെ രാജ്യ തലസ്ഥാനത്ത് നടത്തിയ ഈ പ്രതിപക്ഷത്തിൻ്റെ ആ മാർച്ച് പ്രതിപക്ഷ അതിക്രമവുമായി ബന്ധപ്പെട്ടാണ് ക്ലിഫ് ഹൗസ് മാർച്ച് സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് രാഹുലും അതോടൊപ്പം തന്നെ പ്രിയങ്കയും മല്ലികാർജ്ജുൻ ഖർഗെയും അടക്കമുള്ളവരും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ അടക്കമുള്ളവർ അതിക്രമം നടത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു സമരവുമായി ക്ലിഫ് ഹൗസിലേക്ക് യുവമോർച്ച അല്ലെങ്കിൽ യുവജന സംഘടനയായ യുവമോർച്ച എത്തിയത്. ഇപ്പോൾ BJPയുടെ MLA BB ഗോപകുമാർ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഈ സമരവേദിയിൽ അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ അതായത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ട് എങ്കിൽ അതിന് തക്കതായ രീതിയിലുള്ള CBI അന്വേഷണം അടക്കമുള്ളവ നടത്തുന്നുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വരെ ഈ വീഡിയോ സന്ദേശം മതി നൽകിയിരുന്നു. പക്ഷേ യാതൊരു പ്രകോപനവും ഇല്ലാതെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ ആ ഒരു അതിക്രമം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല, ഭരണഘടനാ വിരുദ്ധമാണ് എന്നടക്കമുള്ള കാര്യമാണ് യുവമോർച്ച ആരോപിക്കുന്നതും. അതോടൊപ്പം തന്നെ യുവമോർച്ച പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോഴും UP LP സ്കൂളിലെ ഉദ്യോഗാർത്ഥികൾ സമരം ഇരിക്കുകയാണ്. പക്ഷേ ആ സമരത്തെയൊന്നും കാണാതെയാണ് VD സതീശൻ, അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിയായ VD സതീശൻ അവിടെ എത്തി രാജസ്ഥാനത്തെത്തി ഈ പ്രതിപക്ഷ പാർട്ടികളോടൊപ്പം ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടിക്ക് പങ്കെടുത്തത്. എന്തുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നില്ല? എന്തുകൊണ്ട് ഈ സെക്രട്ടറിയേറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ ആ സമരത്തെ പറ്റി സംസാരിക്കുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് യുവമോർച്ച ഇവിടെ സമരം സംഘടിപ്പിച്ചിരിക്കുന്നതും. എന്തായാലും വളരെ സമാധാനപരമായിരുന്ന സമരമായിരുന്നു. പക്ഷേ യാതൊരു പ്രകോപനം കൂടാതെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏകദേശം 4 തവണയാണ് ജലപീരങ്കി പ്രയോഗം നടത്തിയത്. ഇപ്പോൾ BJPയുടെ MLA BB ഗോപകുമാർ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി PSC പരീക്ഷാ ക്രമക്കേടിലും പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുൻപിൽ നടത്തിയ അതിക്രമത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ ക്ലിഫ് ഹൗസ് മാർച്ച് പുരോഗമിക്കുന്നത്. പോലീസ് അടിച്ചമർത്താൻ പലതവണ ശ്രമിച്ചു, പക്ഷേ ഒരടി പിന്നോട്ടില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് യുവമോർച്ച പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇവിടെ PSC ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ നിയമനം
റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായ തസ്തികകളിൽ നിയമനം നൽകാതെ ഒളിച്ചുകളി തുടർന്ന PSC അധികൃതരുടെ ക്രമക്കേടുകൾക്കെതിരെയും PSCയിലെ പിൻവാതിൽ നിയമനത്തിനെതിരെയും ഒപ്പം PSCയിൽ ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ നാളിതുവരെയായും പൂർത്തിയാക്കാത്തതിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യുവമോർച്ച ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ ചാത്തന്നൂർ MLA BB ഗോപകുമാർ അവിടെ എത്തിയിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് പലതരത്തിൽ ഈ പ്രതിഷേധം അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രകോപനവും കൂടാതെ യുവമോർച്ച പ്രവർത്തകർ വളരെ സമാധാനപരമായി മുദ്രാവാക്യം വിളികൾ മുഴക്കിക്കൊണ്ട് മാത്രമായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ ആ സമാധാനപരമായ പ്രതിഷേധത്തെ തകർത്തെറിയാനാണ് പോലീസ് ഇത്തരത്തിൽ നിരന്തരമായി പ്രകോപനം സൃഷ്ടിക്കുന്നു, ജലപീരങ്കി പ്രയോഗിക്കുന്നു. എന്തായാലും നമുക്കിപ്പോൾ ശാലിനിയുണ്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ശാലിനി, ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ നടക്കും. ആരൊക്കെയാണ് അവിടെ ഉള്ളതൊപ്പം എന്താണ് യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ശാലിനി. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് PSC റാങ്ക് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് ആ റാങ്ക് ഹോൾഡേഴ്സിന് ജോലി ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് നിരവധി റാങ്ക് ഹോൾഡേഴ്സ് ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. പ്രധാനമായും LPST ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടരുകയാണ്. മണ്ണ് വാരി തിന്നു, മുട്ടിലെഴിഞ്ഞു, ഒപ്പം തന്നെ പ്രതീകാത്മക സമരങ്ങൾ പല രീതിയിൽ നടത്തിയിട്ടും VD സതീശൻ സർക്കാർ അവരെ ഒന്ന് പരിഗണിക്കാനോ അവരെ ഒന്ന് കേൾക്കാനോ ഒരു ചർച്ചയ്ക്ക് വിളിക്കാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല. മറ്റൊന്ന് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ക്രമക്കേടുകൾ നടക്കുന്നതിനിടയിൽ തന്നെ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും സംഭവിക്കുന്നു. അപ്പോൾ കൃത്യമായൊരു അന്വേഷണം പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടും ചോദ്യപേപ്പർ അട്ടിമറിയിലും വേണമെന്നുള്ളതാണ് യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം. ഇതുകൂടാതെയാണ് VD സതീശൻ സർക്കാർ നടത്തുന്ന യുവജന വഞ്ചനയ്ക്കെതിരെ യുവജന മാർച്ച് യുവമോർച്ച ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് നടത്തുന്നത്. VD സതീശൻ അധികാരത്തിലേറി മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൗസിലേക്ക് എത്തിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു യുവജന സംഘടന ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചുമായി ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നത്. ആ പ്രതിഷേധ മാർച്ചിനെയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി കൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 റൗണ്ടിലധികമായി ജലപീരങ്കി പ്രയോഗം പോലീസ് നടത്തി. സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതൽ പവറിൽ ഒരു ദാക്ഷിണ്യം കൂടാതെ പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിക്കാൻ, അവരെ ഇവിടെ നിന്ന് ഏത് വിധേയരെയും അകറ്റാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ജലപീരങ്കിയോട് നടന്നു. പക്ഷേ ഒരു പ്രവർത്തകൻ പോലും ഇതുവരെയും മടങ്ങിപ്പോയില്ല എന്നുള്ളതാണ് ഈ മാർച്ചിന്റെ ഏറ്റവും വലിയ ശക്തി. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യതലസ്ഥാനത്ത് നടന്ന പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ നടന്ന പ്രതിഷേധ മാർച്ച്, ആ പ്രതിഷേധ മാർച്ചിന് വലിയ രീതിയിൽ പിന്തുണ നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടടക്കം മുഖ്യമന്ത്രി VD സതീശൻ അവിടേക്ക് പോയി. ഒപ്പം തന്നെ ഇത്തരത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധ മാർച്ചിന് അതൊരു കൃത്യമായ ഉദ്ദേശമോ ലക്ഷ്യമോ ഇല്ലാതെ BJP താഴെ ഇറക്കാൻ നടക്കുന്ന ആ ഒരു പ്രതിഷേധ മാർച്ചിന് മുഖ്യമന്ത്രി കുടപിടിച്ചതും മുഖ്യമന്ത്രി അവിടെ ആ സമരത്തിൽ പങ്കെടുത്തതും യുവജന വഞ്ചനയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൂടിയാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച്. കൂടാതെ തന്നെ രാജ്യതലസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങൾ, അതിന് ഇന്ത്യ മുന്നണി നേതൃത്വം നൽകുന്നു, പിന്നിൽ നിന്നുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഒപ്പം തന്നെ രാഹുൽ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ, രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലുകൾ, ഒരുപക്ഷെ സമാധാനപരമായി നടക്കേണ്ട ഒരു സമരത്തെ വിദ്യാർത്ഥികളുടെ പേരിൽ അക്രമ സ്വഭാവത്തിലേക്ക് അഴിച്ചുവിട്ടതിലടക്കം പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ തലസ്ഥാനത്തെ കേരളത്തിലെ യുവജന പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ സമരമുഖത്ത് സജീവമായി നിന്ന് യുവമോർച്ച ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ആ പ്രതിഷേധ മാർച്ചിനെ ശാലിനി, പ്രതിഷേധം പുരോഗമിക്കുകയാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരടി പിന്നോട്ടില്ല. ഈ പ്രതിഷേധത്തിന് അതിന് നീതി ലഭിക്കും വരെ മുന്നോട്ടുണ്ടാകുമെന്നാണ് യുവമോർച്ച മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് മുന്നിലുള്ള 2 ചിത്രങ്ങളാണ്. ഒന്ന്, അങ്ങ് രാജ്യ തലസ്ഥാനത്ത് പാകിസ്ഥാൻ സ്പോൺസേഡ് കലാപം, വിദേശ ഫണ്ടിങ്ങിന്റെ മറവിൽ കുറെ പാർട്ടികൾ തമ്പടിക്കുകയാണ്. ആ പാർട്ടികൾക്ക് വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി എത്തുന്നു. വയനാട് പോലും തിരിഞ്ഞു നോക്കാത്ത പ്രിയങ്ക ഗാന്ധി എത്തുന്നു, രാഹുൽ എത്തുന്നു, ഖാർഗെ എത്തുന്നു, അങ്ങനെ റഹീം എത്തുന്നു. അങ്ങനെ CPM-ഉം ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഡൽഹിയിലെത്തുന്നു. ആ പാർട്ടികൾക്ക്, ദേശവിരുദ്ധ ശക്തികളായ പാർട്ടികൾക്ക് വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ മണ്ണാണെന്ന് പറയുന്ന നമ്മുടെ നാട്, നമ്മുടെ കേരളത്തിൽ മണ്ണ് വാരി തിന്ന് ജീവിതം മുന്നോട്ട് നയിക്കേണ്ട ഗതികേടിലാണ് PSC ഉദ്യോഗാർത്ഥികൾ. പക്ഷേ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവിടെ ഒരു പാർട്ടിയും എത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു നഗ്ന സത്യം എന്ന് പറയുന്നത്. ഈ 2 ചിത്രങ്ങളാണ് പ്രേക്ഷകരെ നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും